ശ്രീ രഘുനാഥ്, മിഥുൻ്റെ വീടിന് അടുത്ത് തന്നെയാണ് താങ്കളുടെ വീടുമെന്ന് മനസ്സിലാക്കിയാണ്. അയൽവാസികൾക്കൊക്കെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു മിഥുൻ എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ഉണ്ടായ സംഭവം ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ച, അതേസമയം അധ്യാപകർ അതിനോട് പ്രതികരിച്ച രീതി, KSEBയുടെ പ്രതികരണം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആരുടെയൊക്കെ വീഴ്ചയാണെന്നാണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ? ഞാൻ ഈ കുട്ടിയുടെ ഏറ്റവും അടുത്തുള്ള താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിനകത്ത് കൂടുതൽ രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ്. ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിലുണ്ട്. കൊണ്ടുവരുമ്പോൾ ഒരു പിയൂണും മറ്റു 2 പേരും ഒരു ഡ്രൈവറുമായിട്ടാണ് ഈ കൊച്ചിനെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ തിരക്കി എന്താണ് വിഷയം. അപ്പോൾ ഈ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാനിവിടെ സ്റ്റാഫായിട്ടുള്ള എൻ്റെ നാട്ടുകാരിയായ ഒരു പെൺകൊച്ചും കൂടെ. ഞങ്ങൾ കയറി കണ്ട് സത്യത്തിൽ ഈ നാട്ടിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെ അവരുടെ ബന്ധുക്കളെ വിളിച്ച് പറയാൻ പോലും ഒരു ഭയമായിരുന്നു. അവരെങ്ങനെ പ്രതികരിക്കും. അത്രയ്ക്ക് നല്ലൊരു കുട്ടി, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാകാൻ വേണ്ടി പട്ടിണി കടന്ന് പഠിപ്പിക്കുകയാണ് അതിൻ്റെ അച്ഛനെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്കറിയാം, ഇപ്പം മേശരിപ്പണി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കോൺട്രാക്ട് വർക്കിലേക്കൊക്കെ പോയ സ്ഥിതിക്ക് ഇവർക്ക് മാസത്തിൽ 4-5 ദിവസം കിട്ടുന്ന ജോലി, അതിൻ്റെ തുച്ഛമായ വരുമാനം വെച്ചും കൊണ്ട് ആ കുട്ടിയെ പഠിപ്പിക്കുന്നു. അതിൻ്റെ അമ്മ ഈ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിദേശത്ത് പെർമനൻ്റായി ജോലിക്ക് പോയ ആളല്ല. ഒരു 3-4 മാസത്തേക്ക് അല്ല 6 മാസത്തേക്ക് ഒരു വീട്ടിൽ എന്തോ ഒരു കുട്ടിയെ നോക്കാനോ അങ്ങനെ മറ്റോ പോയത്, അത്രയും ഗതികേട് കൊണ്ട് പോയതാണ്. ഇവിടെ CPM-ന്റെ വീട്ടു ജോലിക്ക് പോയതാണ്. ഇവിടെ CPM-ന്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞു ഇത് CPM ഭരിക്കുന്ന സ്കൂളല്ലാന്ന്. അത് വെറും പച്ചക്കള്ളം. ഈ ഞങ്ങളെപ്പോലുള്ള ജനങ്ങളുടെ മുമ്പ്, ഈ പടിഞ്ഞാറേക്കളുടെ അല്ലെങ്കിൽ ശാസ്താങ്ങളുടെ കുന്നത്തൂര് ജനിച്ചു വളർത്തുന്നവരുടെ മുമ്പിൽ വന്ന് നിന്ന് ഇത്രയും പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ എൻ്റെ അറിവിൽ 20-25 വർഷമായിട്ട് അവിടെ മാനേജ്മെന്റ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് CPM-ആണ്. അപ്പൊ അവർക്ക് ഇതിനകത്ത് PT അവരല്ല, അല്ലെങ്കിൽ മാനേജ്മെന്റ് അവരല്ല എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യങ്ങളും ഇല്ല. നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വലുതായിട്ട് കടക്കുന്നില്ല. നമ്മൾ ഒരുപാട് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം രാഷ്ട്രീയത്തിലേക്ക് കടക്കണ്ട രഘുനാഥ്. പക്ഷേ നോക്കൂ, ഈ KSEB ഇവിടെ പോസ്റ്റ് സ്ഥാപിക്കാൻ സ്കൂളിനോട് ആവശ്യപ്പെട്ടിരുന്നു. പോസ്റ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറെ മാറുമായിരുന്നു, അത് മുകളിലേക്ക് ഉയർത്തി കെട്ടുമായിരുന്നു. പോസ്റ്റ് സ്ഥാപിക്കുന്ന കാര്യം പറയുമ്പോൾ ഞങ്ങൾ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞത് ഈ പറയുന്ന കമ്മിറ്റിയാണ്, മാനേജിംഗ് കമ്മിറ്റിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.